ശരി എനിക്ക് ഇതിന്റെ കെ സുധാകരനെ കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത്. കെ സുധാകരൻ ഇന്നലെ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കപ്പോ ഈ ഡീലിമിറ്റേഷനെ കുറിച്ച് ഒരു താല്പര്യമില്ല. അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ആ ചർച്ചകൾക്ക് ഒരു താല്പര്യമില്ല. ചർച്ച വീണ്ടും കോൺഗ്രസിനകത്തെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ചോദിക്കാൻ വന്നിട്ട്. നമസ്കാരം. ഫലം വരുന്നതിന് മുമ്പേ കോൺഗ്രസിൽ അടിപൊട്ടി. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് പുതിയ നീക്കങ്ങൾ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പുകഴ്ത്തി കെ സുധാകരനിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കേരളം KC നയിക്കട്ടെ എന്ന രീതിയിലുള്ള സുധാകര പക്ഷത്തിന്റെ പിന്തുണ പാർട്ടിയിൽ കൊടുങ്കാറ്റുണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ വേണ്ടത് KCയെ പോലെ ദീർഘവീക്ഷണമുള്ള നേതാവിനെയാണെന്നാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കെ കരുണാകരൻ തുടങ്ങി കേരള കോൺഗ്രസിന്റെ മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുടിചൂടാമന്നനായി ഉയരാൻ KCക്ക് കഴിയുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകൾക്ക് ഇതൊട്ടും ദഹിച്ചിട്ടില്ല. പരസ്യ ചർച്ചകൾ പാടില്ലെന്ന ഹൈക്കമാൻഡ് വിലക്ക് നിലനിൽക്കെയാണ് സുധാകരന്റെ ഈ അപ്രതീക്ഷിതമായ ഫേസ്ബുക്ക് പോസ്റ്റ്. 543 അംഗ സഭയിൽ 1/3 അപ്പോൾ തന്നെ ചെയ്യാത്ത ഗവൺമെന്റിന് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ കുഴപ്പം. ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളൊന്നും ഞാൻ കൽപ്പറ്റില്ല. ഞാൻ ഈ മുൻപേ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നുമല്ല ഇതൊരു കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ, 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാൻ അതിന് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനപ്പുറം വേറെ ഇതിന് മാത്രമാണ് ചോദ്യം. ഈ കാര്യത്തിൽ ഇത്രയും പറഞ്ഞു. ഞാൻ പറയുന്നല്ല, ഓരോരാൾക്കും അവരുടെ സ്വാതന്ത്ര്യം സീനിയർ. ഞാൻ പറയുന്നത് പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കലാണ് നല്ലത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിപ്പം കെ സുധാകരൻ മാത്രമല്ല, ആരായാലും ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ പറയേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട ഇത്തരം ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാതൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തതിനെക്കുറിച്ച് പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജയാന്നൊക്കെ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ വിമർശനമൊക്കെ കേട്ടു. ചില മാധ്യമം അവരാണ് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. ഓ അത് ശരി. സഹോദര, ഞാൻ പറഞ്ഞു കൃത്യമായി വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഈ റിസൾട്ട് കാരണം ഇതിനകത്ത് ഞാൻ എന്റെ കൃത്യമായ കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും പാർട്ടിക്കാണ്, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം പരസ്യമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തിക്കുന്ന യോജിപ്പ് ഇപ്പോഴുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഭയങ്കര ഉരുൾപൊട്ടലുണ്ടാവും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതായിരുന്നു നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം വന്നാൽ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായിരിക്കും, വലിയ കലാപമായിരിക്കും ഉണ്ടാകുന്നത്. കേരളത്തിൽ ഒന്നും ഉണ്ടായില്ലല്ലോ. സ്മൂത്തായിട്ട് എല്ലാവരും യോജിച്ചു. അതുപോലെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, അതനുസരിച്ച് പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, നേതാക്കന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിരുന്ന് ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കും. അതൊന്നും ദേശം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പൊതു ചർച്ചകൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് ശരി. എനിക്ക് ഇതിന്റെ കെ സുധാകരനെ കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത്. കെ സുധാകരൻ ഇന്നലെ പൊതുവായ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് ശരി. എനിക്ക് ഇതിന്റെ കെ സുധാകരനെ കുറിച്ചല്ലല്ലോ ഞാൻ പറഞ്ഞത്. കെ സുധാകരൻ ഇന്നലെ പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കപ്പോ ഈ ഡീലിമിറ്റേഷനെ കുറിച്ച് ഒരു താല്പര്യമില്ല. അതാണ് ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ആ ചർച്ചകൾക്ക് ഒരു താല്പര്യമില്ല. ചർച്ച വീണ്ടും കോൺഗ്രസിനകത്തെ ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ചോദിക്കാൻ വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു സാഹചര്യത്തിന്റെ പ്രാധാന്യമില്ല. സാഹോദര്യത്തിന്റെ ഒരു പ്രാധാന്യമില്ല സഹോദര. സാഹോദര്യത്തിന്റെ ഒരു പ്രാധാന്യമില്ല. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് പാർലമെന്റിൽ ഇത്ര തിടുക്കപ്പെട്ട ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക. 2 സ്റ്റേറ്റ് ഇലക്ഷൻ പോകുമ്പോൾ അവിടുത്തെ MP-മാർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റുന്ന ഇവിടെ വിളിച്ചു കൊണ്ടുവരിക. ഇതിന്റെ വലിയ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം എങ്ങനെ കുത്തിവെപ്പിക്കാൻ പറ്റുന്നത്? അല്ല, ഞാൻ പറഞ്ഞ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്. നേതാക്കന്മാരെല്ലാം വളരെ വളരെ സീനിയർ നേതാക്കന്മാരാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാ ചെയ്യുന്നത്. അപ്പോ ആരാകും അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക.
മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചൊരെണ്ണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.